എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും. അപ്പോൾ നാഗേന്ദ്രനും അഭിയും അവന്തികയുടെ ഇരുന്ന് സംസാരിക്കുന്നു. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളിങ്ങോട്ട് വരുന്ന കാര്യം ഒരു കാരണവശാലും അനന്തപുരിയിലുള്ളവർ അറിയരുത്. നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനിയുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ അഭിയും പറയുന്നുണ്ട്, അവർ വലിയ കാര്യമായിട്ട് ഡിസൈൻസൊക്കെ വരച്ചിട്ടുണ്ട്. നയന മാത്രമാണ് ഡിസൈൻസ് വരച്ചത്. നമുക്ക് അങ്ങനെയല്ലായിരുന്നല്ലോ. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡിസൈൻസ് ശേഖരിച്ച് അത് മാളവികയുടെ കയ്യിൽ കൊടുത്ത് വേറെ ഡിസൈൻസ് ഉണ്ടാക്കുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നമുക്കായിരിക്കും മുൻതൂക്കം എന്ന് പറയുന്നു. അതുപോലെ അഭി പറയുന്നുണ്ട്, ഇന്ന് അവരുടെ മുമ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, തല ഉയർത്തി പിടിച്ച് നിന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനെന്നൊക്കെ പറയുമ്പം അതിനുള്ളതൊക്കെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്, നീ പേടിക്കണ്ട എന്നൊക്കെ നാഗേന്ദ്രനും പറയുന്നു. അത് കഴിഞ്ഞ് നാഗേന്ദ്രൻ്റെ അനുഗ്രഹം മേടിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അഭി നാഗേന്ദ്രൻ്റെ കാലുകൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോരുവാണ്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ചേട്ടാ അവിടെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചോണം എന്ന്. അന്നേരം അഭി പറയും, അവിടെ എനിക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് മാളവികയ്ക്കാണ്, അവൾ ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാമെന്ന്. അഭി ഇങ്ങനെ ഇറങ്ങി പോന്നു കഴിയുമ്പം അവന്തിക പറയുന്നുണ്ട്, അവിടുന്ന് അവളും കാണുമായിരിക്കും ആ നയന, പിന്നെ വീട്ടിൽ നിന്ന് ഒരുത്തിയും പോയിട്ടുണ്ട് നവ്യ, അതെന്തിനാണ് എന്നറിയത്തില്ല, മിക്കവാറും അനിയത്തി തോക്കുന്നത് നേരിട്ട് കാണാൻ വേണ്ടി ആയിരിക്കും എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും അഭിയും അവളും തമ്മിലുള്ള വിവാഹ ജീവിതം ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോവുകയില്ല, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നേടിയെടുത്തിട്ട് അവളെ ഒഴിവാക്കണം. അവൾ ഒരു നന്ദിയില്ലാത്ത പെൺകുട്ടിയാണ്. അതിന് കാരണം അവൾ ഇപ്പോഴും അവളുടെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും തള്ളിപ്പറയുന്നു. അവർ അവളോട് സ്നേഹത്തോടു കൂടി സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴും അവരെ വിശ്വസിക്കാനോ ആ രീതിയിൽ പെരുമാറാനോ അവൾ തയ്യാറാകുന്നില്ല. ആ ഒരു സ്വഭാവ ദൂഷ്യമുള്ള പെൺകുട്ടി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പറ്റില്ല എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നു. അതുപോലെ അവന്തികയോട് പറയുന്നുണ്ട്, ഇപ്പം ഇവിടെ നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീയും അനിയും തമ്മിലുള്ള വിവാഹം. ആ വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ പയ്യെ അനിയിൽ നിന്നും MD സ്ഥാനം നിന്നിലേക്ക് വരും. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുമ്പം അതൊക്കെ നടക്കുമോ അച്ഛാ എന്ന് ചോദിക്കുവാണ് അവന്തിക. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നടക്കും, ഏതായാലും ഈ ഞായറാഴ്ച നിങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കും. അതിനുശേഷം നീ എന്നും അനിയുടെ കൂടെ ഓഫീസിലേക്ക് പോകണം. അത് കഴിഞ്ഞ് പിന്നെ മൂർത്തി ജ്വല്ലറിക്ക് വിജയം മാത്രമായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കിളവൻ നിന്നെ പിടിച്ച MD ആക്കും. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. ബിസിനസ്സിൽ വിജയിക്കുന്നവരെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരും, MD സ്ഥാനം വരെ കൊടുക്കും. അങ്ങനെ നീ MD ആയിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. പിന്നെ നിനക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജ്വല്ലറി ഒന്ന് താന്നു പോയാലും കുഴപ്പമൊന്നുമില്ല, അവിടെ വിജയിക്കുന്നത് നീ ആയിരിക്കണം എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് അവന്തിക. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ പെട്ടെന്ന് ദേവയാനിയുടെ അടുത്തോട്ട് വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുവാണ്, ആ ജലജയ്ക്ക് ഇപ്പം നാഗേന്ദ്രനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ എന്ന്. അന്നേരം ദേവേനി, അങ്ങനെയൊന്നുമില്ല, അന്ന് അച്ഛൻ പണ്ട് അവൻ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടേ പിന്നെ അവൻ്റെ പേര് പോലും ജലജ പറയാറില്ല, ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുവാണ്, അല്ല നാഗേന്ദ്രൻ തിരിച്ചു വന്നത് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണോ എന്നറിയത്തില്ല, അവൻ പണക്കാരനായിട്ടാണോ തിരിച്ചു വന്നത് എന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, നാഗേന്ദ്രൻ്റെ ഫോട്ടോ അയച്ചു തന്നു ആദർശ, അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നു, അവന്തിക മോള് ഏതായാലും അവനുമായിട്ട് ബന്ധം സൂക്ഷിക്കാനൊന്നും പോകുകയില്ല, ജലജയുടെ കാര്യം സംശയമാണ്, നീ അതുകൊണ്ട് ജലജേനെ ഇനി ശ്രദ്ധിച്ചോണം. ഇനി അഭിക്ക് അവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ, അഭി അവൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഉടനെ കണ്ടെത്തണം, എന്നിട്ട് അവനെ ഈ വീട്ടിൽ നിന്ന് ഒരു നിമിഷം പോലും നിർത്താതെ അടിച്ചു പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവുകയാണ്. ഏതായാലും ഭയങ്കര ബുദ്ധിമാനായ മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ആദർശ് നാഗേന്ദ്രൻ്റെ ഫോട്ടോ അയച്ചു തന്നത്, നാഗേന്ദ്രൻ ആരാണ്, ഇനി അങ്ങനെ അയച്ചു തന്നതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല, ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്ന ആദർശനെയാണ്. ആദർശൻ്റെയൊക്കെ വീട്ടിലോട്ട് അനി വന്നിട്ടുണ്ട്. അനി വന്ന് ഇറങ്ങുമ്പം ഏട്ടത്തി എന്തെന്ന് ചോദിക്കുന്നു. ഏട്ടത്തി പൂജാമുറി കയറി പൂജയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. അന്നേരം ഇതിനേക്കാൾ വലിയ പൂജ തറവാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ അനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശൻ്റെ കാലുതൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കും. അതുപോലെ നയനയും ആദർശൻ്റെ കാലുതൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിന് മുമ്പ് നയനെ ഒന്ന് പൊക്കി പറയുന്നുണ്ട്, ആദർശ് ഇന്നലെ രാത്രി മൊത്തം ഓർക്കുളച്ചിരുന്ന ഓരോ ഡിസൈൻസ് വരയ്ക്കുമായിരുന്നു, അവൾ നേരാവണ്ണം ഉറങ്ങിയിട്ട് പോലുമില്ല, ആരോഗ്യം നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ആരോഗ്യം നോക്കണ്ടേ ഏടത്തി, എന്നിട്ടുള്ള ഡിസൈൻസൊക്കെ വരച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, അതിന് എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, ഇന്ന് ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുവാണെങ്കിൽ എൻ്റെ ആരോഗ്യം ഇരട്ടിയാകത്തേ ഉള്ളൂ എന്ന്. അന്നേരം മറിച്ചാണെങ്കിലോ എന്ന് അനി ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, അവർ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഡിസൈൻസൊക്കെ വരുത്തി മാളവികയുടെ കയ്യിൽ കൊടുത്ത് ഓരോന്ന് വരയ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, ഇനി അതിലേതെങ്കിലും ജഡ്ജസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ചിലപ്പോൾ തോൽവിയും സംഭവിക്കാം. അതൊക്കെ മനസ്സിൽ കണ്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവർ പോകുന്നു. പിന്നെ കാണിക്കുന്നത് കോമ്പറ്റീഷൻ നടക്കുന്ന ഹാളാണ്. അവിടെ ജ്വല്ലറിയുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. കൂടെ നവ്യ ഉണ്ട് കേട്ടോ, അബിയുടെ കൂടെ. അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓരോരുത്തർ ഡിസൈൻസൊക്കെ കൊടുക്കുമ്പോൾ ഇതുവരെ അവിടുന്ന് മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ആരും കാണുന്നില്ലല്ലോ എന്ന് ഡേവിഡ് പറയും. അന്നേരം അബി പറയുന്നുണ്ട് അതോർത്ത് സന്തോഷിക്കുമൊന്നും വേണ്ട, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന്. പറഞ്ഞ് തീരേണ്ട താമസം നമ്മുടെ അനിയും നയനയും കൂടെ അങ്ങോട്ട് വരുന്നു. നയന വരച്ച ഡിസൈൻസൊക്കെ അവരുടെ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ സീറ്റിൽ വന്നിരിക്കുവാണ്. എല്ലാവരും നല്ല ടെൻഷനിലാണ്. അന്നേരം അവിടുന്ന് ഓരോരുത്തരുടെ പേര് വിളിക്കുന്നു. ആദ്യം വിളിക്കുന്ന മാളവികയുടെയാണ്. മാളവിക പോയി ഡിസൈൻസ് കാണിച്ച് ഓരോന്നും വിശദമാക്കി കൊടുക്കുന്നുണ്ട്. അന്നേരം അവരുടെ മുഖം അങ്ങ് തെളിഞ്ഞു വരുന്നു. അന്നേരം ഇത് കാണുമ്പം അബി പറയുന്നുണ്ട്, കണ്ടോ അവർക്ക് നമ്മുടെ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു, ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. അന്നേരം നവ്യ അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര അവൾ വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്തത്, വിജയം അവളുടെ കൂടെ നിൽക്കണേ എന്ന്. അന്നേരം അനിയും പറയുന്നുണ്ട് അവർ നല്ല രീതിയിൽ കൊഴുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ഏട്ടത്തി, ഇനി എന്ത് ചെയ്യുമെന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വരച്ച ഏറ്റവും നല്ല ഡിസൈൻസാണ് ഇന്ന് ഞാൻ അവരുടെ കയ്യിലേക്ക് കൊടുത്തത്, ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഏതായാലും നമ്മൾ വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് നയന അനിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനയെ വിളിക്കുന്നു. നയനയും പോയി ഡിസൈൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയം അവരുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അബി പറയുന്നുണ്ട്, കണ്ടോ അവരുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല, നമ്മുടെ ഭാഗത്താണ് ജയമെന്ന്. അന്നേരവും നവ്യ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് നയനയുടെ വിജയത്തിന് വേണ്ടി. പിന്നെയും ഇതിനിടയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ് അനിക്ക്. അന്നേരം നയന പറയുന്നുണ്ട്, അനി ഈ കാണുന്ന ഡിസൈൻസ് പുറമേ കാണുമ്പോൾ ഉള്ള ഭംഗിയുടെ പേരിലല്ല അവർ സെലക്ട് ചെയ്യുന്നത്, അത് ആഭരണമായിട്ട് വരുമ്പം അതിന് എത്രത്തോളം പകിട്ടുണ്ടാകും എന്ന് നോക്കിയാണ്. അതുകൊണ്ട് അനി പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അനിയെ ആശ്വസിപ്പിക്കുവാണ് നയന. ഈ സമയം അനന്തപുരിയിൽ ചർച്ചകൾ നടക്കുന്നു. അനന്തപുരിയിൽ ഭയങ്കര ടെൻഷനിലാണ് ദേവയാനി. വലിയ വലിയ പൂജകൾ ചെയ്തു, പക്ഷേ ദൈവം നേരത്തെ പോലെ പ്രസാദിക്കുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അന്നേരം ജയം പറയും, അങ്ങനെ പറയല്ലേ, ഇതിനു മുമ്പത്തെ വിജയം നമ്മുടെ കൂടെ അല്ലായിരുന്നു, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, അല്ല ഇന്ന് കഴിവ് തെളിയിക്കേണ്ടത് നയനമോളല്ലേ, അതാണ് എൻ്റെ ടെൻഷൻ എന്ന് പറയുക. അന്ന് ജാനകി പറയുവാണ്, എനിക്ക് ഇപ്പം ഗജകേശ്വരി യോഗമാണ്, അതുകൊണ്ട് വിജയം നമ്മുടെ കൂടെയേ നിൽക്കുള്ളൂ എന്ന്. അന്നേരം അജയൻ പറയുന്നുണ്ട്, എന്ത് ഗജകേശ്വരി യോഗമാണെന്ന് പറഞ്ഞാലും ഇന്ന് നമ്മുടെ കമ്പനി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 99% കൊടുക്കേണ്ടത് നയനമോൾക്കാണ്, കാരണം നയനമോൾ അത്രത്തോളം ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, ആര് വരച്ച ഡിസൈൻ്റെ പേരിലാണെങ്കിലും ഒരാൾ MD ആയിട്ടിരിക്കുമ്പം അവിടെ വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പേരിലാണ് ചേർക്കേണ്ടത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ജയം പറയും, ആയിക്കോട്ടെ ആരുടെ പേരിൽ വേണമെങ്കിലും ചേർത്തോട്ടെ, ഇന്ന് വിജയിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്തായാലും അവരവിടെ ആകെ ടെൻഷനിലാണ്. ഈ സമയം ഇവിടെ നയനയും നവ്യയും ഒക്കെ കാണിക്കുന്നുണ്ട്. റിസൾട്ട് വരുന്നിടം വരെ എല്ലാവരും ടെൻഷനിൽ തന്നെ ഇരിക്കുന്നു. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.